യഥാസത്യം ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മളെ നേരിട്ട് വന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം വീഡിയോയിലൂടെ നിങ്ങളുമായി സംബന്ധിക്കും, നിങ്ങളോട് ഉദ്ഘാടനം ചെയ്തു തരാമെന്ന് ഏറ്റിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم إياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وتمت كلمة ربك صدقا وعدلا صدق الله مولانا العلي. സ്റ്റേജിൽ പുരുഷരായ മഹാന്മാരാവുന്ന സന്താത്തുക്കൾ, പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന സംഗമത്തിൽ ഇവിടെ സംബന്ധിച്ച് ബഹുമാനമുള്ള മോമിനികൾ, ബഹുമാനമുള്ളവർ, ഇവിടെ എറണാകുളത്ത് വഖഫ് ഭേദഗതി ബില്ലിനോടനുബന്ധിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ അഭിപ്രായങ്ങൾ, അവരുടെ വേദനകൾ, ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന്റെ മറ്റ് വേദിയിലൊക്കെ അത് എത്തിക്കപ്പെടാൻ ആവശ്യമാവുന്നതാണ്. കേരളത്തിലെ സുന്നി സംഘടനകൾ എല്ലാം പങ്കെടുത്തുകൊണ്ട് ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചതായി അറിയിക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ, സംഘാടകർ, നേതാക്കന്മാരുണ്ട്. അവരിൽ നിന്നുള്ള ചിലർ എന്നെ വിളിച്ചു. അത് ഈ 3-ാം തീയതി ഇന്നലെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളത് പങ്കെടുക്കണം, നിങ്ങൾ തന്നെ ഉദ്ഘാടനം നിർവഹിക്കുകയും വേണം എന്നതാണ് എല്ലാ സംഘടനകളുടെയും ഒന്നായുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോൾ 3-ാം തീയതി എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്നവർ അറിയിച്ചു. പിന്നെയും വിളിച്ച് നിർബന്ധമായി ആവശ്യപ്പെട്ടപ്പോൾ 4-ാം തീയതി ചില പരിപാടികളൊക്കെ ഉണ്ട്, അത് മാറ്റിവെച്ചുകൊണ്ട് 4-ാം തീയതി പങ്കെടുക്കാമെന്ന് ഞാൻ സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 4-ാം തീയതി, അതായത് ഇന്നത്തെ ഈ ദിവസത്തിൽ സമ്മേളനം മാറ്റി പോയി ഇന്നലെ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 4-ാം തീയതി ഇവിടെ എറണാകുളത്ത് നടക്കണം. സുന്നി സംഘടനകളെല്ലാം ഒരുമിച്ച് കൂടിയുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കണം ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു. അതിന് കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് വരാനുള്ള ടിക്കറ്റ് സൗകര്യങ്ങളും ഒക്കെ ഇതിന് ബന്ധപ്പെട്ടവർ ചെയ്തു. പക്ഷേ ഈ ആഴ്ചയിൽ, ഇതിനു മുമ്പുള്ള ആഴ്ചയിൽ തുടർച്ചയായുള്ള യാത്രയും മറ്റും കാരണം ചില പ്രയാസങ്ങളുണ്ട് എന്നത് ബന്ധപ്പെട്ടവരെ ഞാൻ അറിയിച്ചിട്ടില്ല. കാരണം ഞാൻ ഏതായാലും ഇന്ന് പങ്കെടുക്കണമെന്ന ഉദ്ദേശം തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ശംസുൽ ഇസ്ലാം പറഞ്ഞത്
അഥവാ ജലാലിയ കോളേജ് ബഹുമാനപ്പെട്ട ഫതഹുള്ള തങ്ങളുടെ അവർ മരണപ്പെട്ട് 7 ദിവസമായതുകൊണ്ട് നിർബന്ധമായും അവിടെ നടത്തപ്പെടുന്ന അനുസ്മരണ പരിപാടിയിൽ മറ്റും പങ്കെടുക്കാനുണ്ടായതുകൊണ്ട് ട്രെയിൻ നിശ്ചയിക്കപ്പെട്ട സമയത്ത് എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം പങ്കെടുക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമം എല്ലാവരെയും അറിയിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ചെറിയ വോയിസ് നിങ്ങളെല്ലാവരെയും കേൾപ്പിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വോയിസ്, ഈ വീഡിയോ ഇന്ന് നൽകിയുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഒന്നുകൂടി പങ്കെടുക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമം അറിയിക്കുകയും ചെയ്യാം.